വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതും സ്വിറ്റ്സർലാൻഡിലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ എടുത്തുകൊണ്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ ബാക്കി കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുന്നത്. അപ്പം ലഗേജും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പം ഇന്ന് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ അംബ്രലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ലുസാന എന്ന് പറയുന്നൊരു സ്വിറ്റ്സർലാൻഡിലെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഏരിയയാണ്. അപ്പം നമ്മൾ ഇവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ വാച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ബ്രാൻഡഡ് കടകളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരാം. നമുക്ക് ഇഷ്ടം പോലെ ഷോക്കേസ് പീസസ് സ്വിറ്റ്സർലാൻഡിന്റെ കാണാൻ സാധിക്കും. അപ്പം നമ്മളും അവിടെ നിന്ന് ഒരു ഷോക്കേസിന്റെ പീസ് സ്വിറ്റ്സർലാൻഡിന്റെ മേടിച്ചു. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ട് ഒരു ഐസ്ക്രീം ഷോറൂമിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതൊരു ഷോപ്പാണ് ഐസ്ക്രീമിന്റെ. കേക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു ഐസ്ക്രീമിന്റെ ഷോപ്പാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറി. ഇഷ്ടം പോലെ ചോക്ലേറ്റും ഐസ്ക്രീംസും കേക്കും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടുന്ന ഫ്ലേവേഴ്സൊക്കെ അവർ പറയുകയാണ്. പലതരത്തിലുള്ള ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്ക് വേണ്ടുന്നതൊക്കെ അവർ പറഞ്ഞ് മേടിക്കുകയാണ്. അപ്പം ഞാൻ ചെറിയ ഷോപ്പിലെ ചെറിയൊരു രീതിയിലൊന്ന് വീഡിയോ എടുത്തു. പക്ഷെ അവർ അലൗഡ് അല്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നത്. അപ്പം അവർ നമ്മളോട് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഓടിച്ചു പോയതേ ഉള്ളൂ. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ലയൺ മൗണ്ട് കാണാനാണ്. അതായത് സിംഹ സ്മാരകം. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ പഠിച്ച ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു ഹിസ്റ്ററിയാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്ത് ഒരു സ്വിസ് ഗാർഡുകളെ കൊലപ്പെടുത്തുകയും അവരെ ആദരിക്കുന്നതിനായിട്ട് ഒരു സ്മാരകം പണിത് വെച്ചിരിക്കുന്നതാണിത്. ഇത് ഒരു നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു മറ്റൊരു പ്ലേസ് ആണിത്.
അടുത്ത് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ ഹോട്ടലിൽ തന്നെ നമ്മൾ കയറി. അപ്പം ഇന്നും നമുക്ക് ചോറ്, ദാല്, പപ്പടം, പിന്നെ എന്തെങ്കിലും ചിക്കനോ എല്ലാം കാണും. അപ്പോൾ എന്നും ഇത് തന്നെയാണ്, നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇന്ന് നമ്മൾ ഒരു സ്നോ ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നലെയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ മൗണ്ടൻ ഇതാണ് കാണാൻ പോയത്. ഇന്നും നമ്മൾ സ്നോ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പശുക്കളെ കാണാം. നല്ല മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്. അടുത്ത നമ്മൾ വന്നിരിക്കുന്ന മൗണ്ട് ടൈറ്റൽസ് കാണാനാണ്. 10,000 ഫീറ്റ് ഉയരത്തിലാണ്. അപ്പം അതും നമ്മൾ പഴയതുപോലെ അവിടെ സ്നോ ഏരിയയിൽ പോയതുപോലെ തന്നെ ഇതും നമ്മൾ റോപ്പ് വേ കൂടെ തന്നെ മുകളിലേക്ക് പോവുകയാണ്. നല്ല രസമുണ്ട് താഴോട്ട് നോക്കുമ്പോൾ കാണാനൊക്കെ. അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പോയത് ജോങ് ഫ്രോക്കിൽ നമ്മൾ ട്രെയിൻ മാർഗമൊക്കെ പോയത് നമുക്ക് ഇറങ്ങി മഞ്ഞത്ത് കളിക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ലായിരുന്നു, സ്നോയിൽ കളിക്കാൻ. ഇവിടെ പക്ഷെ ഓപ്പൺ ഏരിയ ആണ്. അപ്പം നമുക്ക് സ്നോയിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ അവിടെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ സ്നോയിലെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങി. അവിടെ തന്നെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഫോട്ടോ ഷൂട്ടിൻ്റെ ഏരിയ ആണ്. അതായത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഫ്രെയിം ചെയ്ത് വെക്കും. നമ്മുടെ ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ ഡ്രസ്സൊക്കെ ധരിച്ച് വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇതാണ് ഇവർ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ നമ്മൾ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ റോപ്പ് വേ കയറിയാണ് താഴോട്ട് ഇറങ്ങി വന്നത്. നല്ല ഗ്രീൻ ഏരിയ, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു ഏരിയ പോലെ കണ്ടപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. രാത്രിയിലത്തെ ലൈറ്റ്നിങ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ്. ഇനി സ്വിറ്റ്സർലാൻഡിൽ മറ്റൊരു ഹോട്ടലിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അയക്കാനും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ഓൾ, ബൈ, സി യു.